നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജി വിഭാവനം ചെയ്ത ആ ശോഭനമായ ഇന്ത്യ ഇന്ന് എവിടെയാണ്? അഹിംസയ്ക്കും മതേതരത്വത്തിനും വേണ്ടി ചൊരിയപ്പെട്ട ആ ചോരത്തുള്ളികളെ നാം ഇന്ന് മറക്കുന്നു. സ്ഥാപിത താല്പര്യങ്ങൾക്ക് വേണ്ടി മതവികാരങ്ങളെ ഇളക്കിവിട്ട് സാമൂഹ്യ ജീവിതം കലുഷിതമാക്കുന്ന ഈ ഒരു അവസ്ഥയ്ക്ക് ആരാണ് ഉത്തരവാദി? ചരിത്രം മാപ്പ് തരാത്ത ഈ സമസ്യയ്ക്ക് ആരാണ് ഉത്തരവാദി? പല്ലും നഖവും കൊഴിഞ്ഞ വൃദ്ധ നേതൃത്വത്തിനെതിരെ യുവരക്തമുണരേണ്ട സമയം ഇതാ സമാഗതമായിരിക്കുന്നു. പ്രലോഭനങ്ങൾക്കും പ്രകമ്പനങ്ങൾക്കും വശംവദരാകാത്ത ഈ നാട്ടിലെ പ്രബുദ്ധരായ ജനങ്ങളെ, മാറ്റത്തിന്റെ മണി മുഴങ്ങിക്കഴിഞ്ഞു. പുതിയൊരു പ്രതിച്ഛായ പടുത്തുയർത്താൻ നാം കടപ്പെട്ടിരിക്കുന്നു. ഭരണകക്ഷിയുടെ ഭിത്തി നീ എഴുതുവല്ലേടാ? ക്ഷീണിക്കാവുന്നു. പിന്നെ കേരളത്തിലെ മതിൽ മുഴുവൻ നിന്റെ മുഖ്യന് സ്ത്രീധനം കിട്ടുകയല്ലേ? പോണാ അവിടുന്ന്. എടാ, എന്റെ തന്തയ്ക്ക് പറഞ്ഞ ഞാൻ സഹിക്കും, പക്ഷെ നേതാവിനെ പറഞ്ഞാലുണ്ടല്ലോ, പറഞ്ഞാ നീ എന്തോ ചെയ്യും? പറഞ്ഞാ അപ്പടിക്കണമെന്ന് ഹൈക്കമാൻഡ് ഇത് പറഞ്ഞിരിക്കും. പേടിക്കാനൊന്നുമില്ല, 2 ദിവസത്തിനകം പോകാം കേട്ടോ. സുനിലിന്റെ അമ്മയാണല്ലേ? അതെ. സുനിലിന്റെ അച്ഛനാണല്ലേ? അതെ. അയ്യോ വേണ്ട മോനെ. തകർക്കളിയാ. എന്നെ മനസ്സിലായല്ലോ. അയ്യോ പിന്നെ ഡോക്ടർ എന്ത് പറഞ്ഞു? സാരമില്ലെന്നാ പറഞ്ഞേ. ഉറങ്ങാൻ കുത്തിവെച്ചിരിക്കുക. നാളെ എക്സ്റേ എടുക്കും. ഒന്നും വരില്ല, ഈശ്വരൻ നമ്മുടെ കൂടെ. അക്രമത്തെ കൊണ്ട് നേരിടുക എന്നുള്ളതല്ല നമ്മുടെ ന്യായം. ഈ അവസരത്തിൽ നിങ്ങൾ ആരും നിയന്ത്രണം വിട്ടൊന്നും ചെയ്യരുത്. പരാജയഭീതി കൊണ്ട് പ്രതിപക്ഷ പാർട്ടികൾ അക്രമത്തിന്റെ പാതയിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. അക്രമത്തെ അക്രമം കൊണ്ട് നേരിടാൻ നമുക്കറിയാൻ വയ്യാഞ്ഞിട്ടല്ല, മറിച്ച് അഹിംസയിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു രാഷ്ട്രീയ തത്വസംഹിതയാണ് നമുക്കുള്ളത്. മദ്യപിച്ച് മതോന്മത്തരായ പ്രതിപക്ഷ പ്രവർത്തകർ നമ്മുടെ വിദ്യാർത്ഥി നേതാവും ഈ നാടിന്റെ പൊന്നോമന പുത്രനുമായ ശ്രീ സുനിൽ 21 വയസ്സ് പോലും തികഞ്ഞിട്ടില്ലാത്ത ആ പയ്യനെ തല്ലി ചതച്ച് ആശുപത്രിയിലാക്കിയിരിക്കുകയാണ്. ഈ അവസരത്തിലും വിവേകം കൈവടിയാതിരിക്കാൻ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. പ്രതിപക്ഷ സുഹൃത്തുക്കളോട് എനിക്കൊന്നേ പറയാനുള്ളൂ. മദ്യം വിഷമാണെന്ന് പഠിപ്പിച്ചൊരു സാമൂഹാചാര്യം ജനിച്ച നാടാണിത്. ആളിയം പറഞ്ഞത് കറക്റ്റ്. മദ്യം വിഷമാണ്. ഇനിയൊരു പെഗുടടിക്കാൻ വളരെ വിഷമമാണ്. അതെങ്ങനെ? ഇപ്പൊ തന്നെ മൂക്കറ്റമായില്ലേ? ആ കൃഷ്ണൻകുട്ടി മതി, നീ ഇനി കഴിക്കണ്ട. ഇപ്പൊ തന്നെ ഓവറാ. നോ, ഞാൻ ഓവറല്ല. എന്റെ മനസ്സിന്റെ വിഷമം കൊണ്ട് പറഞ്ഞു പോയതാ. നമുക്കൊരു മുഖ്യമന്ത്രി ഉണ്ടല്ലോ, വലിയ ചായ നേതാവ്. ബാക്കി എല്ലാ കൂത്തിനും അയാളിൽ കാശുണ്ട്. നമ്മുടെ പ്രചരണത്തിന് ഒരു 2 ലക്ഷം രൂപ ചോദിച്ചപ്പം അയാളിൽ കാശില്ല. പാർട്ടി ഫണ്ട് കാലി. എന്റെ ചങ്ക് തകർത്തളിയ. ഇതാ ഞാൻ പറഞ്ഞത്. നീ ഇരിക്കവിടെ. ദാസേ, അവൻ പറഞ്ഞതിലും കാര്യമുണ്ട്.
പ്രചരണം തീരാൻ ഇനിയുണ്ട് 5-8 ദിവസം. നമ്മുടെ കയ്യിൽ ഇനി എല്ലാം കൂടി എത്രയുണ്ട് സാബു? ഒരു 10-15,000 രൂപ അവിടെ കാണും. അതുകൊണ്ടൊന്നും ആവില്ലല്ലോ. കുമാർ ഹിയർ. മോർണിംഗ് സർ. യെസ് സർ. കൃഷ്ണദാസിനെ ജയിക്കാനാണ് സാധ്യത. സാറ് വന്നിട്ട് കൊടുക്കാന്ന് കരുതി. ശരി സർ. എത്ര കൊടുക്കണം? 5 lakhs. ദാസേ, വാശിയും വൈരാഗ്യവും ഒക്കെ കാണിക്കാനുള്ള അവസരമല്ലോ. ഞാൻ പിന്നെ എന്ത് ചെയ്യണം? CM-ന്റെ കാല് പോയി പിടിക്കണം. കാല് പിടിക്കണമെന്ന് ആര് പറഞ്ഞു? ചീഫ് മിനിസ്റ്റർ ഏതായാലും ഗസ്റ്റ് ഹൗസിലുണ്ട്. അങ്ങേര് ഒന്ന് പോയി കാണുന്നതിൽ എന്താ തെറ്റ്? അങ്ങേര് ഇങ്ങോട്ട് വന്ന് നമ്മളെ സഹായിക്കുമെന്ന് വിചാരിച്ചാ അത് നടക്കാൻ പോണില്ല. നമ്മൾ ഈ യങ്സ്റ്റേഴ്സിനോട് അങ്ങേർക്ക് അത്ര താല്പര്യമൊന്നുമില്ല. നമ്മൾ ഒട്ടും മോശമൊന്നുമല്ലല്ലോ. കിട്ടുന്നിടത്തൊക്കെ വെച്ച് അങ്ങേർക്കിട്ട് പാര വെക്കാനല്ല നമ്മൾ നോക്കിയിട്ടുള്ളൂ. ഇപ്പൊ ഇതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? കാശ് തരാൻ പറ. പാർട്ടിയുടെ പ്രസ്റ്റീജ് ഇലക്ഷൻ നടക്കാൻ പോകുന്നത്. മേ ഐ കം ഇൻ സർ? യെസ്, കം ഇൻ. ഞങ്ങൾ വിൻസെന്റ് ഗോമസൺ കമ്പനിയിലെ ആൾക്കാരാണ്. ഞാൻ കുമാർ, ജനറൽ മാനേജർ. ഇത് അക്കൗണ്ട്സ് ഓഫീസർ മിസ്റ്റർ പീറ്റർ. ഇരിക്കൂ. വിൻസെന്റ് സാർ ഒരു വിദേശ പര്യടനത്തിലാണ്. നാളെ മറ്റന്നാൾ തിരിച്ചു വരും. അദ്ദേഹം എന്നും വിളിച്ചു ചോദിക്കും പ്രചാരണത്തിന്റെ വിശേഷങ്ങൾ. അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഇത് ഇലക്ഷൻ ഒന്നുമല്ല, വിജയം സുനിശ്ചിതം. എതിർ സ്ഥാനാർത്ഥിക്ക് കെട്ടിവെച്ച പണം പോകുമോ ഇല്ലേ എന്നുള്ളതാണ് പ്രധാന പ്രശ്നമെന്ന്. ഇന്ന് രാവിലെ ഫോൺ ചെയ്തപ്പോൾ അങ്ങേര് പറഞ്ഞു, ആര് ജയിച്ചാലും ശരി തോറ്റാലും ശരി നമ്മുടെ ആള് കൃഷ്ണദാസ് ആണ്, വേണ്ടത് ചെയ്തോളാം. 5 ലക്ഷം രൂപയുണ്ട്. പോരെങ്കിൽ പറയണം അല്ലേ? അതെ. നിങ്ങൾ എന്റെ എതിർ സ്ഥാനാർത്ഥിക്ക് എത്ര പണം കൊടുത്തു? ഒരു പൈസ കൊടുത്തിട്ടില്ല, കൊടുക്കുകയില്ല. ഓ, അയാള് തോൽക്കാൻ പോകുന്ന ആളല്ലേ? എന്ത് ഓമന പേരിട്ട് വിളിച്ചാലും ശരി, ഇത് കൈക്കൂലിയാണ്. ജയിക്കാൻ പോകുന്ന സ്ഥാനാർത്ഥിക്ക് ഭാവിയിൽ ആഭ്യന്തരമന്ത്രിക്ക് നൽകുന്ന കൈക്കൂലി. ഇതൊരു ജനാധിപത്യ രാഷ്ട്രമാണ്. ഈ കേരളത്തിലെ പട്ടിണിക്കാരായ പാവങ്ങൾ നൽകുന്ന നികുതി ഉപയോഗിച്ചാണ് ഈ ഇലക്ഷൻ. ഇത് വിജയിക്കാൻ എനിക്ക് കള്ളക്കടത്തുകാരനെയും കരഞ്ഞത്തക്കാരനെയും പണം ആവശ്യമില്ല. പ്രത്യേകിച്ച് വിൻസെന്റ് ഗോമസിനെ പോലുള്ള നൊട്ടോറിയസ് ക്രിമിനൽ ബിസിനസ്മാന്റെ പണം. അണ്ടർസ്റ്റാൻഡ്? പോണം, എനിക്ക് വേറെ പണിയുണ്ട്. കാശ് കാശെന്നും പറഞ്ഞ് തൊട്ടനും പിടിച്ചതിനൊക്കെ എന്റെ അടുത്തോട് ഓടി വന്നാൽ ഞാൻ എവിടെ നിന്ന് എടുത്തിട്ട് തരാനാ? ഒരു മുഖ്യമന്ത്രിക്ക് അത്രയ്ക്ക് വലിയ ശമ്പളമൊന്നും ഇല്ല മിസ്റ്റർ കൃഷ്ണദാസ്. അറിയാം, നേതാവിന്റെ സ്വന്തം പണമൊന്നും ഞാൻ ചോദിച്ചില്ലല്ലോ. പാർട്ടി പ്രസിഡന്റും ഖജാൻജിയും മുഖ്യമന്ത്രിയും എല്ലാം നിങ്ങളല്ലേ? പാർട്ടി ഫണ്ടിൽ നിന്ന് 2 ലക്ഷം രൂപയെ ഞാൻ ചോദിച്ചുള്ളൂ. പാർട്ടി ഫണ്ടോ? ഫണ്ടിൽ നിന്നും തരാൻ കാശില്ല. പാർട്ടി എന്താ വല്ല വ്യവസായം നടത്തുന്നുണ്ടോ? നേതാവേ, ഒരുമാതിരി മൂരാച്ച് വർത്തമാനം പറയരുത്. പാർട്ടിക്ക് ഫണ്ടില്ലെന്നും ദാരിദ്ര്യമാണെന്നും നിങ്ങൾ വേണമെങ്കിൽ പൊതുജനത്തോട് പറഞ്ഞു, അവർ വിശ്വസിക്കും. നമ്മള് ഒരേ കളരി കളിക്കുന്നവരാ. എന്നോട് തന്നെ വേണോ ഇത്? പാർട്ടിക്ക് പണമില്ല എന്ന് ഞാൻ പറഞ്ഞില്ല, ഉണ്ട്. പക്ഷേ ഇലക്ഷൻ എന്നും പറഞ്ഞ് വാരിക്കോരി ചെലവഴിക്കാൻ ഇല്ല. പാർട്ടി ഫണ്ടിൽ എവിടെ നിന്ന് പണം വരുന്നുവെന്ന് നിങ്ങൾ ഇതുവരെ അറിഞ്ഞിട്ടുണ്ടോ? വ്യക്തികളും സ്ഥാപനങ്ങളും തരുന്ന ഡൊണേഷൻ. കുറെ കൂടെ പച്ചയായിട്ട് പറഞ്ഞാൽ കൈക്കൂലി. അതാണ് പാർട്ടി ഫണ്ട്. നിങ്ങൾ ഇതുവരെ പാർട്ടി ഫണ്ടിലേക്ക് ഒരു ഒറ്റ പൈസയെങ്കിലും പിരിച്ചു തന്നിട്ടുണ്ടോ? ഒരുത്തന്നെയും കാല് പിടിക്കാനും കൈക്കൂലി പിരിക്കാനും ഒന്നും എന്നെ കിട്ടില്ല. താൻ ആദർശധീരനാണല്ലോ. തികഞ്ഞ ഗാന്ധിയൻ, മദ്യവിരോധി, പച്ചക്കറി. പൊതുജന മധ്യത്തിൽ ഇതൊക്കെയാണല്ലോ തന്റെ ഇമേജ്. ഇടോ കൃഷ്ണദാസേ, താനിപ്പോ കയറി വന്ന ഈ വഴിയുണ്ടല്ലോ, അതേ വഴിയിലിടാൻ ഞാനും കയറി വന്നത് 10-30 വർഷം മുൻപ്. ഈ കപട ആദർശത്തിന്റെ ജാടകളൊക്കെ ഞാനും കുറെ കാണിച്ചതാ. പക്ഷേ ഞാനിപ്പോ പഠിച്ചു. എന്റെ അനുഭവങ്ങൾ എന്നെ പഠിപ്പിച്ചു. ഞാൻ മാത്രമല്ല, എന്നെ പോലെ തലനിരച്ച പലരും പഠിച്ചു. പാർട്ടിക്ക് ഇന്ന് ഗ്ലാമറുണ്ട്, 10-40 MLA-മാരുണ്ട്, പണമുണ്ട്, മുഖ്യമന്ത്രി പദമുണ്ട്. ഇതൊക്കെ ഇന്ന്. താനും തന്റെ തലമുറയും ഇതേ കണ്ടിട്ടുള്ളൂ. എടോ, 10-15 കൊല്ലം മുമ്പ് 5 MLA-മാരുമായിട്ട് പ്രതിപക്ഷത്തിരുന്ന് ഞാൻ കരഞ്ഞിട്ടുണ്ട്. തനിക്കെന്ന് വട്ട് കളിച്ച് കിടക്കുന്ന പ്രായമാ. താൻ പറയുന്നതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. കൈക്കൂലി തനിക്ക് തന്റെ കൈ കൊണ്ട് വാങ്ങാൻ വയ്യ, ഞാൻ വാങ്ങിച്ച് തനിക്ക് തരണം അല്ലേ? ഓ, കൈക്കൂലി വാങ്ങിയാൽ തന്റെ ഇമേജ് തരുമല്ലോ.
തന്റെ ഇമേജ് രക്ഷിക്കാൻ ഞാനും പാർട്ടിയും നേടണം. ആ, രണ്ടും വയസ്സ് എന്നാണല്ലോ അല്ലേ? മതി, വന്ന് ചോദിച്ചത് എന്റെ തെറ്റ്, ക്ഷമിക്കണം. നിൽക്കൂ. നിങ്ങൾക്ക് കുറെയൊക്കെ സ്വാധീനം ഉണ്ടെന്ന് വെച്ച് ഗവൺമെന്റ് മിഷനറി ഇലക്ഷൻ പ്രചരണത്തിന് ഉപയോഗിക്കരുത്. പ്രതിപക്ഷം പിന്നെ അതും പൊക്കി പിടിച്ചോണ്ട് നടക്കും. കാണാം. നമ്മളിനി കാണുന്നത് ടിബിയിലും ഗസ്റ്റ് ഹൗസിലും നിങ്ങളുടെ ബംഗ്ലാവിലും വെച്ചൊന്നും ആയിരിക്കില്ല, അസംബ്ലി വെച്ച്. ബെസ്റ്റ് ഓഫ് ലക്ക്. തനിക്ക് സ്മോൾ വേണം? വേണ്ട. അത് കറക്റ്റ്. ദാസേ, CM പറഞ്ഞാലും കുറെ കാര്യമുണ്ട്. ചുമ്മാ ആദർശം ഒന്ന് ഇമ്മേ എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? കാശിന് കാശ് വേണ്ടേ? ആ, നിനക്കൊന്നും ഈ കൃഷ്ണദാസന് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഒന്ന് കാണാതെ ഒന്ന് ഞാൻ ചെയ്യോ? പണത്തേക്കാൾ നമുക്കിന്ന് ആവശ്യം ഇമേജാണ്. കൂട്ടുകക്ഷി ഭരണവും ഗ്രൂപ്പ് വഴക്കും തമ്മി തല്ലും അഴിമതി എല്ലാം കൂടെ കിടന്ന് കുഴഞ്ഞ് ഭരണം ആകെ നാറിയിരിക്കുക. എത്ര പണം മുടക്കിയാലും ഈ ഒരു അവസരത്തിൽ ഭരണകക്ഷിയിൽപ്പെട്ടൊരുത്തൻ ജയിച്ചു വരാൻ പോകുന്നില്ല. അത് മുഖ്യമന്ത്രിക്കും അറിയാം. ജയിച്ചു എന്നാൽ ആഭ്യന്തര വകുപ്പ് ഇരിക്കാണെന്നാണല്ലോ അദ്ദേഹം പറയുന്നത്. പക്ഷേ ഞാൻ ജയിക്കാൻ പോകുന്നില്ലെന്നാണ് അങ്ങേരുടെ ധാരണ. ഞാൻ വേണ്ടെന്ന് പറഞ്ഞിട്ട് ഈ സീറ്റ് എന്റെ തലയിൽ കെട്ടിവെച്ച് എന്തിനാണെന്ന് അറിയാമോ? എന്നെ ഒതുക്കാൻ. ഞാൻ ഒതുങ്ങിയാൽ യൂത്ത് വിങ് മുഴുവൻ ഒതുങ്ങുമല്ലോ. അത് കറക്റ്റ്. വിൻസെന്റ് തോമസിന്റെ പണം നമുക്ക് വേണ്ട, അവന്റെ കള്ളച്ചാരായം നമുക്ക് വേണം. ആശാൻ എന്ത് വർത്തമാനീ പറയുന്നത്? നല്ല ഒന്നാം തരം സ്കോച്ച് വിസ്കി നമ്മുടെ മുമ്പിലുള്ളപ്പോ നമുക്ക് എന്തിനാളി അവന്റെ കള്ളച്ചാരായം? രാമണ്ട, വിൻസെന്റിന്റെ ചാരായ ലോറികൾ നമ്മൾ നമ്മുടെ പ്രവർത്തകർ ചേർന്ന് പിടിച്ചാൽ നാളത്തെ പത്രത്തിലെ പ്രധാന ന്യൂസ് എന്തായിരിക്കും? നാളെ മുതൽ എന്റെ ഇമേജ് എന്തായിരിക്കും? അളിയാ, നീ ഒന്ന് മന്ത്രിയായിട്ട് വേണം എനിക്കും ഒരു 5-6 അഴിമതി കാണിക്കാൻ. വിൻസെന്റിന്റെ ചാരായ ലോറികൾ വരുന്നുണ്ട്. എല്ലാവരും ജാഗ്രതയായിരിക്കണം. ഈ ആവേശമൊക്കെ ലോറി വരുമ്പോഴും കാണണം. കുളിച്ചിട്ടാ പണ്ട. ആരും മാറരുത്, ആരും മാറരുത്. ഒന്നും സംഭവിക്കില്ല. ആരും മാറരുത്. കൊല്ലപ്പെട്ടു, 11 പേർ ആശുപത്രിയിൽ. താൻ എന്തൊക്കെയാ കാട്ടിക്കൂട്ടുന്നത്? ഇതാണോ താൻ പഠിച്ച രാഷ്ട്രീയം? അതൊക്കെ അങ്ങനെ കിടക്കും. എന്റെ പേരിൽ ഇരിക്കട്ടെ 2-3 രക്തസാക്ഷികൾ. നേതാവും ഇക്കാര്യത്തിലോട്ട് മോശക്കാരനല്ലല്ലോ. പഴയ ലിസ്റ്റ് എടുക്കണോ? ഉണ്ട ചോദ്യം നന്ദി കാണിക്കാൻ ഒരു പ്രത്യയശാസ്ത്രവും തടസ്സമാകരുതെന്ന് വിശ്വസിക്കുന്ന രാഷ്ട്രീയക്കാരനാണ് ഞാൻ. വിൻസെന്റ് തോമസ് ആരാണെന്ന് എനിക്കറിയാമോ? അറിയാം. കോടീശ്വരനായ ഒരു മധ്യരാജാവ്, കള്ളക്കടത്തുകാരൻ. അതിൽ കൂടുതലൊന്നുമില്ലല്ലോ. ഉണ്ട്. അയാൾ നമ്മുടെ പാർട്ടി അനുഭാവിയാണ്. പല വിഷമഘട്ടങ്ങളിലും സാമ്പത്തികമായും അല്ലാതെയും പാർട്ടിയെ സഹായിച്ച് രക്ഷപ്പെടുത്തിയിട്ടുള്ളത് അയാളാണ്. അത് മറക്കരുത്. ഈ പറയുന്ന നിങ്ങൾ തന്നെ സംഭാവനയെന്നും പിരിവെന്നും
കോളേജ് ഇലക്ഷൻ ഒന്നും പറഞ്ഞ് അയാളുടെ പടിവാതിൽ പോയി നിറങ്ങിയിട്ടില്ലേ? കൈ നിറയെ വാങ്ങിയിട്ടുണ്ടല്ലോ. നന്ദി കിട്ടുന്ന ഒരു അതിരൊക്കെ വേണം മിസ്റ്റർ കൃഷ്ണദാസ്. എന്റെ നന്ദിയുടെ ഒക്കെ ഞാൻ നോക്കിക്കോളാം. നേതാവ് ഒരു കാര്യം ചെയ്യും, അടുത്ത അസംബ്ലി കൂടുമ്പോൾ ഒരു ബില്ലങ്ങ് പാസാക്ക്. ചാരായം കള്ളക്കടത്ത് കേരളത്തിൽ നിയമാനുസൃതമാണെന്ന്. ഞാൻ പോകുന്നു, എനിക്ക് വേറെ പണിയുണ്ട്. നാളെ ഇലക്ഷൻ. മേൽപ്പറയപ്പെട്ട കാരണങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രതി വിൻസെന്റ് ഗോമസിന് 2 ലക്ഷം രൂപയുടെ ആൾജാമ്യത്തിലും അനുവാദം കൂടാതെ കോടതിയുടെ അതിർത്തി വിട്ടുപോകാൻ പാടില്ല എന്ന വ്യവസ്ഥയിലും ഈ കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നു.